മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ 22ാമത്തെ സെഷനാണ്. അതിൽ നമ്മൾ ഈ പ്രോസ്പെക്ടസിൻ്റെ മിസ് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ അതിനുണ്ടാവുന്ന ക്രിമിനൽ ലയബിലിറ്റിയെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എന്തെങ്കിലും അൺട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രോസ്പെക്ടസിൽ ഈ പറയുന്ന ഓതറൈസ് പേഴ്സൺസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ പണിഷബിളാണ്. ഏകദേശം 50,000 രൂപ വരെ ഫൈൻ അടയ്ക്കേണ്ടി വരുന്നുണ്ട്. 2 വർഷം വരെയുടെ ഇംപ്രിസൺമെൻറ്റും ഉണ്ടാവുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഫ്രോഡലൻ്റ് ആയിട്ടുള്ള മിസ്റ്റേറ്റ്മെൻ്റാണ് പ്രോസ്പെക്ടസിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്ത് അവരെ കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതും പണിഷബിളായിട്ടുള്ളൊരു ഇതാണ്. ഇംപ്രിസൺമെൻറ്റ് 5 വർഷം വരെ വരാറുണ്ട്. ഫൈന് 1,00,000 രൂപ വരെ ഉണ്ടാവാറുണ്ട്. ഇനി നമ്മളുടെ ജനറൽ ലോ ഓഫ് കോൺട്രാക്റ്റ് അനുസരിച്ചുള്ള ലയബിലിറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡർ ഇതുപോലെ ബാധിക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളും, ആ ഒരു പ്രോസ്പെക്ടസിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ വ്യക്തികളും അതിന് റെസ്പോൺസിബിളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഫ്രോഡലൻ്റ് ആയിട്ടുള്ള മിസ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചതെന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസിലെ ലയബിലിറ്റി, അതായത് ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഷെയർ മാർക്കറ്റിൽ ഷെയർസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ ഷെയർസ് പർച്ചേസ് ചെയ്യുകയാണ്. അത് പ്രോസ്പെക്ടസ് നോക്കിയിട്ടല്ല പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം, ആ പർച്ചേസ് ചെയ്യുന്ന ഷെയർസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പ്രോസ്പെക്ടസിൻ്റെ ഓതറൈസ് പേഴ്സൺസ് അതിൽ ലയബിൾ ആയിരിക്കില്ല. അതാണ് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസിൽ വരുന്ന ലയബിലിറ്റി. ഇപ്പോൾ ഈ പ്രോസ്പെക്ടസ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഇൻവോൾവ് ആവുന്ന ഓതറൈസ് പേഴ്സൺസ് അതിലെന്തെങ്കിലും മിസ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ അവർ ലയബിൾ അല്ലാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ കമ്പനിയുടെ ഡയറക്ടർ ആദ്യമേ തന്നെ ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൺസേൺ അദ്ദേഹം വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അദ്ദേഹം ഒരിക്കലും ഈ പറയുന്ന മിസ്റ്റേറ്റ്മെൻറ്റിന് റെസ്പോൺസിബിൾ അല്ല. അതുപോലെ തന്നെ ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത് നമ്മളുടെ ഈ പ്രോസ്പെക്ടസിലെ അതോറിറ്റീസിന് നോളേജ് അല്ലാതെയാണ്, അവരുടെ അനുവാദം അല്ലാതെയാണെങ്കിൽ അവർക്കും ഇതുപോലെ റെസ്പോൺസിബിലിറ്റി വരില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, റീസണബിൾ ആയിട്ടുള്ള പബ്ലിക് നോട്ടീസ് കൊടുക്കാം. അവരുടെ നോളേജ് ഇല്ലാതെയാണ് ഈ പ്രോസ്പെക്ടസിലെ മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം. ഓക്കെ, പിന്നെ നമ്മളുടെ ഈ പറയുന്ന പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും മിസ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന കമ്പനിയുടെ സെക്യൂരിറ്റീസ്, അതായത് ഇഷ്യൂസ് അല്ലെങ്കിൽ ഷെയർസ് അത് വാങ്ങിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു മിസ്റ്റേറ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളത് പ്രൂവ് ചെയ്ത് കാണിക്കുകയാണെങ്കിലും ലയബിലിറ്റി ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഫ്രോഡലൻ്റ് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്രോസ്പെക്ടസിൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്താണ്, പണിഷബിളാണ്. ഓക്കെ, അപ്പം അതെന്തെങ്കിലും ഡാമേജസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഡാമേജിനുള്ള കോമ്പൻസേഷൻ കമ്പനി കൊടുക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മിസ്സ്റ്റേറ്റ്മെൻറ്റ് പ്രോസ്പെക്ടസിലുള്ളതിൻ്റെ റെമഡീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഡയറക്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ്, മറ്റുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം അതിന് ലയബിളായിട്ട് വരികയാണ്. അത് 3 രീതിയിലാണ് അവർക്ക് ആ ലയബിലിറ്റി വരുന്നത്. ആ ലയബിലിറ്റി സിവിൽ ലയബിലിറ്റി ആയിട്ടും ക്രിമിനൽ ലയബിലിറ്റി ആയിട്ടും ലയബിലിറ്റി അണ്ടർ ദ ലോ ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ള രീതിയിലാണ്. സിവിൽ ലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മളുടെ ഷെയർ ഹോൾഡർ, ബാധിക്കപ്പെട്ട ഷെയർ ഹോൾഡർ ഷെയർ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ
അവർ ഈ പ്രോസ്പെക്ടസിലെ മിസ്സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് മിസ്ലീഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനുള്ള റെമഡീസ് കമ്പനി കൊടുത്തിരിക്കണം. ആ റെമഡീസ് അഗെയിൻസ്റ്റ് ദ കമ്പനി, അതുപോലെ റെമഡീസ് അഗെയിൻസ്റ്റ് ദ ഡയറക്ടർ, പ്രൊമോട്ടർ, എക്സ്പേർട്സ്, അങ്ങനെയാണ് വരുന്നത്. റെമഡീസ് അഗെയിൻസ്റ്റ് ദ കമ്പനി പറയുമ്പോൾ 2 ടൈപ്പ് റെമഡീസാണ് അഗെയിൻസ്റ്റ് ദ കമ്പനി വരുന്നത്: റിസഷൻ ഓഫ് ദ കോൺട്രാക്ട് ആൻഡ് ഡാമേജ് ഫോർ ഫ്രോഡ്. റിസഷൻ ഓഫ് ദ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഷെയർ പർച്ചേസ് ചെയ്ത ആൾക്ക് കമ്പനിയുടെ മിസ്സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടാണ് അത് പർച്ചേസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആൾക്ക് ആ ഷെയർ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ ആ പ്രോസ്പെക്ടസിൽ ഉണ്ടായിട്ടുള്ള മിസ്സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെ ആയിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. പക്ഷേങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാം? അയാളുടെ ഷെയർസ് കമ്പനിയിൽ സറണ്ടർ ചെയ്ത് അയാളുടെ പേര് കമ്പനിയുടെ രജിസ്റ്ററിൽ നിന്നും റിമൂവ് ചെയ്യാം. അപ്പോൾ ഷെയർസായിട്ട് അയാൾ പേ ചെയ്തിട്ടുള്ള മണി കമ്പനി റിഫണ്ട് ചെയ്യണം. അത് ഈ ഫോളോയിങ് കണ്ടീഷൻസിലാണ്. അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഈ പറയുന്ന പ്രോസ്പെക്ടസിൽ ഉണ്ടെന്നുള്ളത് ബോധ്യപ്പെടുത്തിയിട്ടാണ് അത് പേ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ മിസ്സ്റ്റേറ്റ്മെൻറ്റ് അത് ശരിക്കും പ്രോസ്പെക്ടസിൽ ഉണ്ടെന്നുള്ളത് കാണിച്ചുകൊണ്ടാണ് ഇയാൾ ഷെയർ പിൻവാങ്ങുന്നതെന്നുള്ളത് വ്യക്തമാക്കണം. പിന്നെ ശരിക്കും ഷെയർ ഹോൾഡർ ആ ഒരു മിസ്സ്റ്റേറ്റ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഷെയർ വാങ്ങിച്ചതെന്നുള്ളത് ബോധ്യപ്പെടണം. പിന്നെ അവരുടെ തെറ്റ് അവരെ ഏറ്റെടുക്കണം. ഓക്കെ, സോ ദാറ്റ് പിന്നീടായാലും നമ്മളുടെ നല്ല രീതിയിൽ കമ്പനിക്ക് ആ ഷെയർ ഹോൾഡർക്ക് പിന്നീട് ഷെയർ പർച്ചേസ് ചെയ്യാനുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഷെയർ ഹോൾഡർക്ക് ഷെയർ ക്യാൻസൽ ചെയ്യാനായിട്ടൊരു റീസണബിൾ ടൈം, ആ കമ്പനി സപ്പോസ് ലിക്വിഡേഷനിലേക്ക് പോകണമെങ്കിൽ അതിന് മുമ്പ് തന്നെ അത് ക്യാൻസൽ ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഫ്രോഡാണ് ഈ മിസ്സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്, എന്തെങ്കിലും ഫ്രോഡിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിനുള്ള ഡാമേജ് ഈടാക്കാനും അധികാരമുണ്ട് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്. ഓക്കെ, കമ്പനിയുടെ ആ ഷെയർസ് പിൻവാങ്ങിയ ശേഷം ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും ഡാമേജസ് ആ ഷെയർസ് വാങ്ങിച്ചപ്പോൾ ഡാമേജ് ഉണ്ടെങ്കിൽ കോർട്ടിൽ ഫയൽ ചെയ്യാം. ഓക്കെ, മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ വന്ന് അവർ ഫ്രോഡുലൻ്റായിട്ട് എന്നെ ഇതാക്കിയെന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഡാമേജിനുള്ള കോമ്പൻസേഷനും ഈടാക്കാം. ഇനി പ്രൊമോട്ടേഴ്സ്, ഡയറക്ടേഴ്സ്, എക്സ്പേർട്സ് ആൻഡ് ഓതറൈസ്ഡ് പേഴ്സൺസിൻ്റെ റെമഡീസ് ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിൽ വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മിസ്സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡാമേജസിന് ഇവർ ലയബിളാണ്. ഓക്കെ, സോ ഷെയർ ഹോൾഡർ, ആ ബാധിക്കപ്പെട്ട ഷെയർ ഹോൾഡറിന് എന്തെങ്കിലും ലോസോ ഡാമേജസോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇവർ നിർവഹിച്ച് കൊടുക്കണം. ഇനി ഇങ്ങനെ മിസ്സ്റ്റേറ്റ്മെൻറ്റ് വന്നത് അവർ പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് അവർ ഒമിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കോർട്ടിൽ 50,000 രൂപ വരെ ഫൈനും, അതുപോലെ തന്നെ നമ്മുടെ ബാധിക്കപ്പെട്ട ഷെയർ ഹോൾഡർക്ക് ആളുടെ ഡാമേജ് റിക്കവർ ചെയ്യാനായിട്ട് ഉള്ള റെസ്പോൺസിബിലിറ്റി ഇവരാണ് ഏറ്റെടുക്കേണ്ടത്.